കലാസദസ്സിന് വന്ദനം. ജ്ഞാനതത്വത്തിൽ നിന്ന് ഏകത്വമാണ് തത്വം എന്നുൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന ആർഷഭാരത സംസ്കൃതിയിൽ ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയോ എന്നുള്ളതല്ല വലുത്, മറിച്ച് ഭാരതമെന്ന വികാരമായിരുന്നു. പ്രിയമുള്ളവർ, ഒരു വ്യക്തി ഒരു വയലിൽ ഒരു ശവം കണ്ടതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും അതിലെ സംഭവ വികാസങ്ങളുമാണ് എൻ്റെ ഈ ഏകാപനയത്തിലെ പശ്ചാത്തലം. നിങ്ങൾ ഏവരെയും എൻ്റെ ഈ കൊച്ചു ഏകാപനയത്തിലേക്ക് സദയം സ്വാഗതം ചെയ്യുന്നു. എന്താ പൊട്ടാ ഈ കുച്ചുളപ്പാക്കാൻ ഇവിടെ? എന്താണ് നീ പറയുന്നത്? ശവോ? നേരാണോ പൊട്ടാ? അതെ രാമചേട്ടാ, ഞാന് അങ്ങോട്ട് പോവാ. രാമചേട്ടാ അങ്ങോട്ട് പോരേട്ടോ. എന്താണ് പൊട്ടാ ഈ രാവിലെ മെനക്കെടുത്താനായിട്ട് ഇവിടെ വന്നേക്കണേ? അതെന്തിനാ കാത്തിരിക്ക? നമ്മുടെ കേൾക്കപ്പെട്ട വഴിയില് അവിടെ പാല് തട്ടിട്ടുണ്ടാവും. പട്ടച്ചോനെ, മയ്യത്തോ? നേരാണോ പൊട്ടാ? അതേ കാത്തിരിക്ക, ഞാനും അങ്ങോട്ട് പോവാ. ജോസഫ് ഉണ്ടോ അവിടെ? എന്തിനാ പൊട്ടായി അങ്ങനത്തെ ജോസഫ് ഏട്ടനെ? അതില്ല മരിച്ചേട്ടി, നമ്മുടെ കേൾക്കപ്പെട്ട വഴിയില് അവിടെ ഉണ്ടാവും. ഈശോയെ, ശവോ? നേരാണോ പൊട്ടാ? അതേ മരിച്ചേട്ടി, ജോസഫ് ഏട്ടൻ വരുമ്പോ അങ്ങോട്ട് വരാൻ പറഞ്ഞേട്ടോ. അപ്പോട്ടൻ സംഭവ സ്ഥലത്ത് ലക്ഷണം കണ്ടിട്ട് ഇതൊരു ഹിന്ദുവിന്റെ ശവമാണ് തോന്നുന്നത്. നിങ്ങളിങ്ങനെ നിലവിലെ കൂട്ടരെ അതൊരു സത്യക്രിസ്ത്യാനി കുഞ്ഞാടിന്റെ ശവമാണ്. അല്ല, അതൊരു ഹിന്ദുവിന്റെ ശവമാണ്. അല്ലതേ, അതൊരു മുസൽമാന്റെ മയ്യത്താണ്. അല്ല, അതൊരു സത്യക്രിസ്ത്യാനി കുഞ്ഞാടിന്റെ ശവമാണ്. നിങ്ങൾ ആരും കലവില കൊണ്ടണ്ട, ഞാൻ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം ഒരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് തെളിയിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നൽകി എന്റെ കടമയും. സാറിനല്ല ഒതുങ്ങിക്കണോ? അങ്ങ് ഒതുങ്ങിക്കാൻ. വൈദ്യമേ, ആരാണ് ആദ്യം ശവം കണ്ടത്? ഞാനാ ഷാനെ. താൻ ഈ ശവം കണ്ടത്തിലൊന്ന് വിശദീകരിക്കാമോ? അതിന്റെ ഷാനെ, ഞാന് കേൾക്കപ്പെട്ട വഴികളുടെ വഴിയായിരുന്നു. അപ്പൊ അവിടെ പാലും തത്തിട്ടാവോ കവഞ്ഞ് നടക്കായിരുന്നു. മതി മതി. ഈ കൂട്ടത്തിൽ ആർക്കാ നീന്താൻ അറിയാവുന്നേ? ഒന്ന് ചാടിക്കേ, ആ ബോഡി തിരിച്ചിടാ. തിരിച്ചിടാ. ഒന്ന് ഉറക്കം പറയണോ? ശരിക്കും നോക്കണോ?
പോണം, എല്ലാരും പിരിഞ്ഞു പോകാൻ. എല്ലാരും പോയി. അപ്പൂട്ടൻ മാത്രമായി. ശവത്തിന് എല്ലാവർക്കും വേണം, അപ്പൂട്ടന് ആർക്കും വേണ്ട. ഇനിയിപ്പോ ശവം എവിടെയായിരിക്കും കിട്ടാ? ഞാൻ പഠിക്കാൻ വഴിയിലേക്ക് പോവാ. ടാറ്റാ. അതിന്റെ മനുഷ്യനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഏകാപനത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.